ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? അപ്പോൾ ആദ്യം തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ലിക്കോ അല്ലെങ്കിൽ വെള്ളയപ്പത്തിനോ എന്തിനാലും അരച്ച് കഴിഞ്ഞാൽ അത് പൊന്തീനോന്നൊന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എത്ര പേര് ഇങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. അപ്പം കയ്യളവാണ് കേട്ടോ, എനിക്ക് ഇഡ്ലിക്കായാലും വെള്ളയപ്പത്തിനായാലും എല്ലാം ഒരു കയ്യളവാണ്. അപ്പോൾ ചില സമയം നല്ലോണം പൊന്തി വരും മാവ്, അല്ലെങ്കിൽ ഇങ്ങനെ പൊന്താണ്ട ഉണ്ടാവാം. എന്നാലും ഇഡ്ലിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ, നല്ല വേവുമ്പോഴത്തേക്ക് സെറ്റായിട്ട് തന്നെ ഉണ്ടാവാം. അപ്പം ഇതാ നമ്മൾ ഇഡ്ഡലി അങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ വെള്ളവും റെഡി ആയിട്ടുണ്ട്, അത് തിളക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം തന്നെ ഞാനിതാ നമ്മളെ തക്കാളി ചട്നി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ടേ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതാ ദേവൂട്ടന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഉറക്കം ഞെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരേ വിളിയായിരിക്കും. അപ്പം ഞാനിതാ വേഗം ഒന്ന് അവൻ്റെ അടുത്ത് പോയിട്ടുണ്ടേ. നീ വന്നിട്ട് അടുക്കളയെന്ന് പണിയെല്ലാം എനിക്ക് എടുത്തതാ, എന്നിട്ട് നമുക്ക് രണ്ടാക്കും വന്ന് ഉറങ്ങാം. ഓക്കെ ഓക്കെ പറയും. എന്താ പറ്റാത്തേ? കള്ള പഠിക്കൂസ് എണീക്ക്. ഇതിവിടെ കൊതുക് അടിച്ചിട്ടുണ്ട് കേട്ടാ, അതുകൊണ്ടാണ് എൻ്റെ മോനെ ഉറക്കിനെത്തിയേ കൊതുക് അടിച്ചിട്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഇതാ നമ്മളെ തക്കാളി ചട്നി എല്ലാം വാട്ടി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കടു വറുത്തിടുന്നുണ്ട് കേട്ടോ. അതേപോലെ പിന്നെ എണീപ്പിക്കലും പല്ല് തേപ്പിക്കലെല്ലാം ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പം ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കടുകെല്ലാം വറുത്തിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗം വന്നിട്ട് നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തൈറോയിഡിൻ്റെ ഗുളികയുണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടത്. അതുകൊണ്ട് ദേവൂട്ടൻ അതിൻ്റെ ഹാങ് ഓവർ മാറിയില്ല. അപ്പോൾ ദേവൂട്ടൻ രാവിലെ എണീച്ചപ്പാട് തന്നെ ചോദിക്കുന്നതാണ്, അമ്മ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കണ്ടേ, ഞാൻ എടുത്ത് തരട്ടെ എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, കുഞ്ഞു മോനാണെങ്കിൽ കൂടി നമുക്കതൊരു സന്തോഷമല്ലേ, നമുക്ക് എടുത്ത് തരാനും ചോദിക്കാനെല്ലാം ആളുണ്ടെന്ന്. മൂത്താളെ പിന്നെ എടുക്കടാന്ന് കുറേ പ്രാവശ്യം അവൻ്റെ ബാക്കിലേ പോകണം, എന്നാലാണ് ഒന്ന് എടുത്ത് തരുക. അപ്പോൾ ദേവൂട്ടൻ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിതാ ഗ്രീൻ ടീ എല്ലാം കുടിച്ച് ഞാൻ പിന്നെ ഇതാ നമ്മൾ ഇളമ്പക്ക വേഗം തന്നെ ഒന്ന് വറവാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. അപ്പം നമ്മൾ നുള്ളാൻ വേണ്ടി വരുമ്പം കുറേ ഉണ്ടായിരുന്നു, നുള്ളി കഴിയുമ്പോഴത്തേക്ക് ആകെ ഒരു ഇത്ര പൊടിയേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിതാ വേഗം ഒന്ന് വറവാക്കുന്നുണ്ട്. ഇളമ്പക്ക വറവാക്കുമ്പോൾ എപ്പോഴും നല്ലോണം നമ്മൾ ഉള്ളി ഇടുവേ. ഒരു 2 ഉള്ളിയെങ്കിലും ഇതിലിടും. ഒരു വറവിൽ നമ്മളങ്ങനെ 2 ഉള്ളിയൊന്നും ഇടില്ലല്ലോ, പക്ഷേങ്കിൽ ഇതിൽ 2 ഉള്ളി അല്ലെങ്കിൽ 3 ഉള്ളി എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. തേങ്ങയും അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉണ്ടാവേ. അപ്പോൾ ഇതാ നമ്മൾ ഇളമ്പക്കയിൽ തേങ്ങയും പിന്നെ പച്ചമുളകും ഒരു 2 ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കൈനെ കൊണ്ട് തിരുമ്മി അങ്ങ് കൊടുക്കണേ. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 മണി കടുക് ഇട്ടിട്ട് നമ്മൾ ഈ പെരക്കി വെച്ച് ഇളമ്പക്ക അങ്ങ് ഇടുന്നുണ്ട്. ചെറുതീയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇളമ്പക്ക വെന്തതായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേവണ്ട, ഉള്ളിയും പച്ചമുളകെല്ലാം വേവുന്ന ആ ഒരു സമയം വേണ്ടേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ചോറ് നമ്മൾ തിന്നതറിയില്ല, അടിപൊളി ഒരു വറവാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഉച്ചക്കേക്കുള്ള കറി റെഡിയാക്കണേ. അപ്പോൾ മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ മത്തി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അതിലേക്ക് ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് മത്തിയിൽ നമ്മളിതാ നമ്മളെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയെല്ലാം ഒന്ന് ഇട്ടിട്ടുണ്ട്. അതൊന്ന് അരച്ചതും കൂടി ഇതിൽ പോരുന്നുണ്ട്. പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, വാളം പുളിവെള്ളമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങ് അടുപ്പത്താക്കുന്നുണ്ട്. പച്ചമുളകും തക്കാളിയെല്ലാം ഒന്ന് കൈനെ കൊണ്ട് നല്ലോണം ഒന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അടുത്തത് പിന്നെ ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഓവർനൈറ്റ് കുതിർത്തിട്ടും ചെയ്യാം, പക്ഷേങ്കിൽ ഞാനിങ്ങനെ എനിക്കതൊരു തൃപ്തിക്കുറവുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വേവിച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. ഈ വേവിച്ച് വെച്ച ഓട്സ് ഞാനിതാ ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ആ പാത്രത്തിലേക്ക് ഒരു 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ജാറിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു റോബസ്റ്റ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂണ് ജാഗരി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ശർക്കരപ്പൊടി ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു 2 ഈത്തപ്പഴമോ അല്ലെങ്കിൽ കുറച്ച് തേനോ അങ്ങനെ എന്തെങ്കിലും ഇടാം, പക്ഷേങ്കിൽ ഞാനതില്ലാത്തതുകൊണ്ട് ജാഗരി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമുണ്ടാവില്ല, നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പം ഇതാ ഞാൻ വേഗം വന്നിട്ട് അലക്കാൻ നിന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു മാഗ്നറ്റ് വാങ്ങിയിട്ടുണ്ട്, ഫ്രിഡ്ജിൻ്റെ മേലെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതാ രണ്ടാളും കൂടിയിട്ട് അത് ഒന്ന് സെറ്റാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും അടിപിടിയാണ്, ഞാൻ ഒട്ടിക്കും നീ ഒട്ടിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ആദ്യം ഒട്ടിക്ക്, എന്നിട്ട് അത് രസമില്ലെങ്കിൽ അടുത്ത ആൾ ഒട്ടിച്ചോന്ന്. അപ്പോൾ അങ്ങനെ ഇതാ ദേവൂട്ടൻ പറഞ്ഞാൽ കുഴപ്പമില്ല രസമുണ്ട് അതുകൊണ്ട് മാറ്റണ്ട. അപ്പോൾ അങ്ങനെ രണ്ടാളും ഒത്തൊരുമയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫൈനൽ ലുക്കാണ് ഇതിൻ്റെ.
അതിനിടയിൽ ഞാനൊരു കൈപ്പക്ക വറവും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. കൈപ്പക്ക വറവാക്കുമ്പോൾ അതിലൊരു തക്കാളി മുറിച്ചിട്ട് കഴിഞ്ഞാൽ വലിയ കയ്പ്പില്ലാണ്ട് നമുക്ക് കഴിക്കാൻ. ഒരുപാട് കയ്പ്പുണ്ടാവില്ല, കുറച്ചൊരു കയ്പ്പ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ വറക്കൽ. മക്കളെല്ലാം വീട്ടിലുള്ള ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതാ ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.